അഗ്നി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈജഷൻ, അബ്സോർപ്ഷൻ, മെറ്റബോളിസം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ബോഡി, ഇതിനെല്ലാത്തിനും വേണ്ടിയുള്ളതാണ് അഗ്നി. ആയുർവേദ പ്രകാരം അഗ്നി 3 തരത്തിലാണുള്ളത്. ജഠരാഗ്നി, ധാതു അഗ്നി, ഭൂതാഗ്നി. ജഠരാഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസും ഇൻറ്റസ്റ്റിനൽ ജ്യൂസും ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ജഠരാഗ്നി. ഇനി ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റിനെ ഓരോരോ ധാതുക്കളായിട്ട്, അതായത് ആയുർവേദത്തിൽ ധാതുക്കൾ 7 വിധമാണ്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ഈ 7 ധാതുക്കളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ധാതു അഗ്നി. കൂടാതെ ഭൂതാഗ്നി എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങളുടെ കോറിലേഷനോടുകൂടി ഡൈജഷൻ നടത്തുന്നതിനെയാണ് ഭൂതാഗ്നി എന്ന് പറയുന്നത്. ഒരാൾക്ക് പ്രോപ്പർ നല്ല അഗ്നി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാനുള്ള ഒരു വഴിയാണ് അവർക്ക് നല്ല സ്ട്രോങ് അപ്പറ്റൈറ്റ് ഉണ്ടാവും. പിന്നെ കൂടാതെ നല്ല എനർജി ഉണ്ടാവും. സ്കിന്നെല്ലാം നല്ല ക്ലിയർ ആയിരിക്കും. നല്ല ക്ലിയർ സ്കിൻ ഉണ്ടാവും. നല്ല മെൻ്റൽ ക്ലാരിറ്റി, എല്ലാത്തിനും ഒരു വ്യക്തത ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഒരു പ്രോപ്പർ ഡൈജഷൻ ഉണ്ടെന്നുള്ളത് കണക്കാക്കാം. എപ്പോഴും ഒരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കും. നല്ല ഗുഡ് അപ്പറ്റൈറ്റ് ഉണ്ടാവും. എല്ലാം നന്നായിട്ട് തന്നെ പോകും. ഇല്ലാത്തവർക്ക് ഈ അപ്പറ്റൈറ്റ്, അഗ്നി അഥവാ ഇതൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുമ്പോഴാണ് ആമം അഥവാ ടോക്സിൻസ് ഉണ്ടാകുന്നത്. ഈ ആമമാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ള എല്ലാ അസുഖങ്ങളുടെയും കാരണം. അപ്പോൾ അഗ്നിയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിപ്പോൾ മനസ്സിലായി കാണും.